എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് അയ്യപ്പ ഭാഗവതം പാരായണം 98-ാം ദിവസം. ഓം സ്വാമിയേ ശരണമയ്യപ്പ. ചതുർദശകാണ്ഡം. ഹരിഹരതനേൻ കരുണാജലനിധി തിരുവടി ചരണം ശരണമിഹ. ചരണസരോജപ്പൊടികളെ അനിശം അടിയനിലേറ്റു മമനാഥ. ഉലകിടമാകെ പരിപാലിക്കും ഭഗവാനെ തിരുചരണസുമം മമ ശീർഷത്തിൽ നടനം ചെയ്യുവാൻ ഇനിയും അതെന്തേ മടിയാണോ? ഭഗവാനെ മമ ശബരീനാഥ കലിയുഗവരദ കൃപ എന്നിൽ കനിയൂ കനിയൂ ജഗദീശ. മമ മനതാരിൽ നീ വിളയാടൂ. ഭവരോഗത്താൽ ഉലകിടമാകെ പെരുതായി ക്ലേശിച്ചിടുമ്പോൾ ഭഗവാനെ തപചരിതമിതന്യേ ഒരുവർക്കും ഗതിയില്ലയോ. മനമാകെ തിരുമന്ത്രമതാകും നവവർണ്ണങ്ങൾ സന്തതമായി വിടരട്ടെ ഭവവാരണനാഥ ഭഗവാനെ തിരുവയ്യപ്പ. സാരം ഗ്രഹിപ്പതിനുള്ള കൊതിപൂണ്ട സാധുശീലർ മുനി ശൗനകന്മാരോട് സാരജ്ഞനാകും കുരി മഹാസൂദനം സാദരം ശേഷം ചരിതങ്ങളോതിനാൻ. സാരത്തിൽ സാരമായി ലോകോപകാരാർത്ഥം കാലം കലിയുഗം പാലിച്ചു കൊള്ളുന്ന സാരസലോചനാകുമെൻ അയ്യപ്പദേവൻ്റെ അവതാര സാരം അഗസ്ത്യനും സാദരം പാണ്ഡ്യാംശജാതനാം പന്തളഭൂപതി തന്നോട് ചൊല്ലിനാൻ. പിന്നെയും ദത്തോക്തികൾ മമനാഥൻ്റെ പൂജയ്ക്കിത് എത്രയും സാരമായിടും മഹീപതേ. നാമസഹസ്രവും നാമാവലികളും സാരമായുള്ള ലഘുപൂജാക്രമങ്ങളും സാദരം നല്ലൊരവസരം പോലിനി പ്രീതിയോടെ അരുൾ ചെയ്തിരാം മന്നവ. ശാസ്താവായി താരകരൂപിയാം അയ്യപ്പ ദേവപ്രതിഷ്ഠയ്ക്ക് വേഗേന നീ ഇനി സാരമായി ചാരുവാം ക്ഷേത്രം ചമയ്ക്കണം. നേരം വൃഥായിനി ഇല്ലെന്നും ഓർക്കണം. സാലാപുരാധിപനായുള്ള നിൻ ഗുരു പോരുമേ താരക ദേവപ്രതിഷ്ഠയ്ക്ക്. പ്രീതനാകും ഭഗവാനും അതിനാലെ ചേരുമേ സൗഭാഗ്യം എല്ലാം ഉലകിതിൽ. അംബുജലോചനൻ തന്നെ പ്രീതനായി വന്നിടുമപ്പോൾ ഒരു പുമാനെങ്കിലോ ധന്യനായിടുന്നവൻ തന്നെയായി വരും താരകത്തെ പ്രതിഷ്ഠിക്കുന്ന സത്പുമാൻ. ശക്തി സ്വയം ജ്യോതി അവ്യയശാലിനി ആദിപരാശക്തിയാകും ഭഗവതി മുക്തിപ്രദായിനി മഞ്ചാപികയ്ക്കുമായി ക്ഷിപ്രം പണിയണം ആലയമുന്നതും. ഭൂതനാഥ പ്രഭു തന്നെ ശിഷ്യനാം വാപരസ്വാമിക്കുമായിട്ടൊരു നല്ല ആലയം ആരുണ്യം അങ്ങതിൽ തീർക്കണം. ആയതിൻ സ്ഥാനം മഹർഷിമാരികാരണ്യം. ശില്പികളോടുമായി ക്ഷിപ്രം ഗമിക്കതേ ഇപ്പോൾ തവ സാധ്യമെല്ലാം മഹീപതേ. ഏവം അഗസ്ത്യനും ചൊല്ലിയിട്ടുടൻ മുതാ ദേവന്റെ സംപ്രീതിയാ നീടാനായുള്ള കേവലമാം ലഘുപൂജാവിധാനങ്ങൾ രാജാവിനെയും ധരിപ്പിച്ച് വേഗേന സത്വരം വന്നിടാം. ഉത്തമദേവനെ ഭക്ത്യാ പ്രതിഷ്ഠ ചെയ്തിടും മുഹൂർത്തത്തിൽ എന്നരുൾ ചെയ്തു മറഞ്ഞു മുനിവരൻ. ധന്യരായിടിനാൻ രാജനും കൂട്ടരും. ഭാഗവതോത്തമനാകുന്ന പാണ്ഡ്യനോടപ്പോൾ അഗസ്ത്യൻ അരുൾ ചെയ്തതാം ലഘുപൂജാവിധാനങ്ങൾ ചൊല്ലിയിടുന്നേനഹം. പാരാതെ അയ്യനും പാലിച്ചു കൊള്ളേണമേ. വല്ലായ്മയെല്ലാം അകറ്റി കനിവോട് അയ്യപ്പദേവൻ തുണയ്ക്കമാം സന്തതം. ബ്രാഹ്മണർ പാലുകൊണ്ടും തഥാ ക്ഷത്രിയ രാജ്യമാലും ഭഗവാനെ പൂജിക്കണം. തേനും കൊണ്ടായിടാം വൈശ്യർക്ക് പൂജകൾ. സത്വപ്രധാനമാം പൂജ്യവസ്തുക്കളാൽ മറ്റുള്ളവർക്കുമാം ഭൂദേശ പൂജകൾ. കലിയുഗക്കാതരാം താരക ബ്രഹ്മത്തെ പരിചിൽ ഭുജിപ്പതാ സ്വാത്വിക ദ്രവ്യത്താൽ പരിചോട് മാനവർ പൂജിച്ചു കൊള്ളുമ്പോൾ ഭഗവാൻ പ്രസാദിച്ചു നൽകും വരങ്ങളും. നിർധനനെങ്കിലും ഉത്തമ ഭക്തി പൂണ്ട് പത്രതോയങ്ങളാൽ പൂജകൾ ചെയ്യലും ഭക്തപരായണൻ അയ്യപ്പസ്വാമിയും ഭുക്തിമുക്തിയാദികനിഞ്ഞിടും സന്തതം. നിഷ്കിഞ്ചനൻ മുക്തിപ്രദൻ നിത്യനാം സർവജീവാന്തർഗതൻ പരൻ. ഭക്തർക്ക് തന്നെയും നൽകും മമ ദൈവം ഭക്തിവിഹീനർക്ക് കാലനായി മേവുന്നു. ഭക്തി എന്നെ കളഭങ്ങളെ നൽകിടും ഭക്തദാസനത് സ്വീകരിക്കില്ലടോ. ഭക്തിയാണ് എന്നുടെ ഭക്തൻ്റെ യോഗ്യത എന്നുത്തമൻ ചൊല്ലുന്നു ഓരോ നിമിഷവും. ഭക്തിയിൽ കേമമായിട്ടില്ല മറ്റൊന്നും മുക്തിക്ക് ഹേതുവും ഭക്തി അസംശയം. ഭക്തർക്ക് ദാസനായി ശാസ്താവ് വാഴുമ്പോൾ മറ്റുള്ള വിത്തങ്ങൾ വേണമോ മന്നവ. തന്ത്രിയാൻ എന്നുള്ള ഡംഭേന പൂജകൻ മന്ത്രിച്ച് തന്ത്രങ്ങൾ എന്ത് കാണിക്കലും അന്തക വൈരിക്കത് മഹാവിപ്രിയം. പന്തളേശാവിനയം ഭഗവത് പ്രിയം.
ചന്തമായി തന്ത്രങ്ങൾ വിത്താശയോടുടൻ കലിദിനമേറി വന്നിടുമ്പോൾ മന്ത്രവിഹീനരായി സത്വാധീന്യെ ശങ്കരസൂനൂതൻ ആലയ സീമയിൽ കാലപ്രയാണത്തിലാണെത്തുന്ന സാരഹീനർ കുതന്ത്രരാം പൂജകർ നിന്ദിച്ച് ചെയ്യുന്ന പൂജാക്രമങ്ങളാൽ താരക ബ്രഹ്മത്തിൻ കോപങ്ങളേറിടും. പാരാതെ സങ്കടം പാരിൽ പെരുകിടും. ശ്രീലകം കൂടി അശുദ്ധമായിടുമേ. വേദവിഹീനന്മാർ ഏറി വന്നിടുമ്പോൾ കാലാതിനാഥന്റെ പ്രീതി ഇല്ലായകയാൽ കാലക്രമേണ ഭവിച്ചിടും മാലുകൾ. അന്നന്ന് ശ്രീലകം തന്നിൽ വന്നിടുന്ന ദുർദയക്കാരായ പൂജകന്മാരുടെ ദുർദയങ്ങൾ മഹാദേവകോപങ്ങൾക്ക് നിർണയം കാരണമായി ഭവിച്ചുപോകും. ശുദ്ധരാം മർത്യതൻ ഭക്തി വിശ്വാസങ്ങൾ നിത്യവും മാനിച്ചു മേവുന്ന പൂജകർ സത്യം, ദമം, ശമം, ധാർമ്മിക ഭാവങ്ങൾ, സത്ശീലവും വിനയാദിഭാവങ്ങളും സന്തതം പാലിച്ച് ദേവനെ സേവിക്കൽ സന്തതം സങ്കടൗഖങ്ങൾ കുറഞ്ഞു പോവും. ബന്ധുവാം അയ്യപ്പനല്ലാതെ യുഗ ബന്ധവിമുക്തി വരുത്തുകില്ലാരുമേ. ബന്ധം ഭഗവാനുമായി വന്നിടുമ്പോൾ അന്തകബന്ധങ്ങൾ എറ്റുപോയിടുമേ. ബന്ധുരഗാത്രനിൽ ബന്ധങ്ങൾ വേണമെങ്കിൽ സന്തതം സത്യവും ഭക്തിയും വൃത്തിയും ശുദ്ധിയും രാഗാദി വൈവിധ്യമാർന്നുണ്ടെന്ന ശുരവൃത്തികളിൽ ആസക്തിയും സർവവും അയ്യപ്പ ചിന്മയൻ എന്നുള്ള വൈഭവചിത്തവും ആർക്കുമുണ്ടാകണം. ബന്ധവിമുക്തരായി ഭക്തി നിബദ്ധരായി തമ്പുരാനെ മനപത്മേ പ്രതിഷ്ഠിച്ച് എന്ത് സംഭാരങ്ങൾ നൽകിലും നമ്മുടെ തമ്പുരാൻ അയ്യപ്പനെല്ലാം അതേറ്റിടും. തമ്പുരാനെ മഹാ അൻപാർന്ന ദൈവമേ, നിൻപതാം പൗരുകം ഉള്ളം നിറയ്ക്കുവാൻ വൻപാർന്ന അനുഗ്രഹമേകണേ. അൻപിനാൽ ശംഭോ മഹാകുംഭി സഹോദര കൈതൊഴാം. ദുർമതനായ ഹോപാപകർമ്മങ്ങളാൽ നിർമര്യാദം മതിക്കും ഖലൻ കലി സമ്മാനമാക്കും അധർമ്മകർമ്മങ്ങളിൽ മുങ്ങാതടിയനെ പാലിക്ക ദൈവമേ. മാമലവാസിയായി വന്തപം ചെയ്യുന്ന മാനസവാസനാം അയ്യപ്പ ഭഗവാനെ മാനവർ മായയിൽ മുങ്ങി ഉഴലുന്ന മാലുകൾ കാണുന്ന നേരമടിയനിൽ പാരമായി ഏറുന്ന വ്യാധികൾ നീക്കണേ. പാപാരികന്മശനാശനാ ദൈവമേ. പാരുകൾ 14 തന്നിലും വാഴുന്ന ജീവജാലങ്ങൾക്ക് ജീവനായി ശാസ്താവായി കാനനക്കോവിൽ മോദേന വാഴുന്ന ദേവദേവേശ നമസ്തേ നമോസ്തുതേ. ഓം സ്വാമിയേ ശരണമയ്യപ്പ. എല്ലാവർക്കും അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.